SHOയ്ക്ക് സസ്പെൻഷൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് സസ്പെൻഷൻ. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി പാലക്കാട് SP തൃശൂർ റേഞ്ച് IGക്ക് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ആദ്യം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ നമ്മളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇന്നാണിപ്പോൾ SP ഇക്കാര്യത്തിൽ IGക്ക് റിപ്പോർട്ട് നൽകിയത്. ഉടനടി തന്നെ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതു രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു നടപടിയെ നോക്കിക്കാണാൻ സാധിക്കുക? ഇതിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപം ഉയർന്നതാണ്. ഇപ്പോൾ ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും ഇയാൾക്കെതിരെ ആ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട വീഴ്ച. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാലക്കാട് SP ഇന്ന് തൃശൂർ റേഞ്ച് DIGക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉത്തരമേഖല IG ഇയാളെ നെന്മാറ SHO മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയിട്ടുള്ളത്. ഒന്ന്, ജാമ്യവ്യവസ്ഥയിൽ ആദ്യം നൽകിയിരുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രതി ചെന്താമരയ്ക്ക് പ്രവേശന വിലക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ അവർ കോടതിയിൽ പോയപ്പോൾ പോലും നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നുള്ളത് ആ ജാമ്യവ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് അവഗണിച്ചുകൊണ്ട് ചെന്താമര ഇവിടെ തുടരുകയും ഇവിടെ താമസിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ വലിയ തോതിലുള്ള ഭീഷണി മുഴക്കിയിരുന്നു. ഇത് കണക്കിലെടുത്ത് ഈ വീട്ടുകാർ ഡിസംബർ 29 നൽകിയ പരാതിയാണ്. അതിൽ അവരെ താക്കീത് ചെയ്ത് വിട്ടയക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതോടുകൂടി ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ വീഴ്ചയാണ് ഇന്ന് SP നൽകിയിട്ടുള്ള റിപ്പോർട്ടിനകത്തുള്ളത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്, പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടതാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. എന്തായാലും അതിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ഇനി ചെന്താമരയെ പിടികൂടുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. പോലീസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SHOയ്ക്ക് നടത്തിയിട്ടുള്ള ഗുരുതരമായ പിഴവിൽ സസ്പെൻഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി പ്രസാദ്, ഇപ്പോൾ ചെന്താമരയെ പിടികൂടാത്തതിൽ സംബന്ധിച്ച് അതിൽ വലിയ വീഴ്ച ഇന്നലെ മുതൽ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിൽ പോലീസിനെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. സ്റ്റേഷൻ ഹെഡ് ഓഫീസറിന് സസ്പെൻഷൻ എന്നുള്ളതാണ് നടപടി.